വി ശിവൻകുട്ടി, അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരസ്പരം പലപ്പോഴും കാണുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ചെറിയ ചില പാളിച്ചകൾ, വീഴ്ചകൾ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പലരും ശ്രമിക്കുക. പക്ഷേ കുഞ്ഞുങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. ഉത്തരവാദിത്തങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ തന്നെയാണ് നമ്പർ 1 ഉത്തരവാദിത്തം. ആ കോർപ്പറേഷന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവരെ എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന് പിന്നെ അതിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും മറ്റ് അക്കാഡമിക് കാര്യങ്ങൾ നോക്കുന്ന കാര്യങ്ങളാണല്ലോ മുഖ്യമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നിർവഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് പരസ്പരം പഴിചാരേണ്ട ഒരു കാര്യമല്ല. LDFന്റെ കുറ്റം കൊണ്ടോ UDFന്റെ കുറ്റം കൊണ്ടോ പിന്നെ വീണതല്ല. അതിന്റെ ഒരു പഴക്കം അങ്ങനെ ഒരു പഴക്കമുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം. ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. നേരത്തെ UDFന്റെ കാലഘട്ടത്തിൽ ഈ സ്കൂൾ കെട്ടിടം അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച കെട്ടിടമാണ്, സ്കൂളാണ്. അതാണ് വീണ്ടും അവിടെ വലിയ സമരം ഒക്കെ നടക്കുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വീണ്ടും തുറന്ന് പ്രവർത്തിച്ച ഒരു കെട്ടിടമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പേരുകെട്ട നിരവധി ആൾക്കാർ പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് പിന്നെ SSK നമുക്ക് ആവശ്യമാണ്. SSK ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. SSKയുടെ ജില്ലാ ഓഫീസാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കുട്ടികൾക്ക് ചെലവഴിക്കുന്ന നല്ലൊരു ഫണ്ട് SSKയുടെ ഫണ്ടാണ് ചെലവഴിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നന്നായി ഫംഗ്ഷൻ ചെയ്യുന്ന ഈ ഓഫീസ് അത് ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത്, കോർപ്പറേഷൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്.